അടുത്ത ക്വസ്റ്റ്യൻ കോണാണ്. എ റൈറ്റ് സർക്കുലർ കോൺ 40 mm ബേസ് ഡയമീറ്റർ ആൻഡ് 60 mm ലോങ് ആക്സസ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP on one point of base circle such that axis makes 45 degree inclination with HP and 40 degree inclination with VP. One point of base circle on HP ആണ്. അതുകൊണ്ട് XY ലൈൻ താഴെ സർക്കിൾ, ഫ്രണ്ട് വ്യൂവിൽ ട്രയാങ്കിൾ കിട്ടും. അടുത്ത ചേഞ്ച് HP റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലത്തിൽ നോക്കി HP ആയിട്ടുള്ള ചേഞ്ച് തന്നിരിക്കുന്നത് ആക്സിസ് മേക്സ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് HP. അതുകൊണ്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ആക്സിസ് വരുന്ന രീതിയിൽ സെക്കൻഡ് ഫ്രണ്ട് വ്യൂ, അതിനുശേഷം അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ മാറ്റി വരയ്ക്കേണ്ട ലൈൻ പ്രോബ്ലം നോക്കുമ്പോൾ ആൻഡ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് VP എന്താണ് ആക്സിസ്. അപ്പോൾ ആക്സിസ് ആണ് മാറ്റി വരയ്ക്കേണ്ടത്. ആക്സിസ് ഇവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇതാണ് ആക്സിസിൻ്റെ ലെങ്ത്ത്, 60ൽ നിന്ന് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് അപ്പാരൻ്റ് ആംഗിളിൽ വരയ്ക്കണം. തന്നിരിക്കുന്നത് ആക്സിസ് 40 ഡിഗ്രി വിത്ത് VP, അപ്പോൾ തന്നിരിക്കുന്നത് ട്രൂ ഇൻക്ലിനേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണം. അതിന് ട്രൂ ലെങ്തിൽ ട്രൂ ഇൻക്ലിനേഷൻ ലൈൻ വരച്ച് റെഡ്യൂസ് ചെയ്ത ടോപ്പിൻ്റെ ലെങ്ത് കട്ട് ചെയ്ത് അപ്പാരൻ്റ് ലെങ്ത് ഫൈൻഡ് ചെയ്ത് അതിലേക്ക് മാറ്റി വരയ്ക്കുന്നു. ബട്ട് ഇത് പറയാൻ എളുപ്പമാണ്, വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പാരൽ ലൈൻസൊന്നും കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ നമുക്ക് അറിയായിരിക്കും, പക്ഷേ ആൻസർ ചെയ്യാൻ എളുപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.